മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 33. അവിടെ നമ്മളിങ്ങനെയാണ് കാണുക: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകും. ഒരു പ്രധാന ലക്ഷ്യവും അടിസ്ഥാന ആശയവും ജീവിത വിജയത്തിന് ആവശ്യമാണ്. ഏകാഗ്രതയില്ലാതെ പല ആശയങ്ങൾക്ക് വേണ്ടി മാറി മാറി ലക്ഷ്യം വയ്ക്കുന്നതിനാൽ നാം പരാജയപ്പെടുന്നു. മനസ്സാക്ഷിയുടെ കുത്തലില്ലാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ പാപത്തിന്റെ രസവും ആഗ്രഹിക്കുന്നു. അത് അസാധ്യമാണ്. പാപത്തിന്റെ രസവും മനസ്സമാധാനം ഒരുമിച്ച് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. ഒരു പ്രധാന ലക്ഷ്യത്തിനായി നമ്മൾ ജീവിക്കുന്നു. ദൈവരാജ്യം നമ്മുടെ പ്രധാന വിഷയമായിരുന്നാൽ മറ്റെല്ലാം അതോടുകൂടി ലഭിക്കും. ദൈവം സകലത്തെയും ഭരിക്കുന്നെന്നും അതിനനുസൃതമായ സംഭവങ്ങൾ തിരിഞ്ഞു വരുമെന്നും വിശ്വസിച്ചാൽ നാം പരാജയപ്പെടുകയില്ല. നാമല്ല നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കുന്നത്, ദൈവമാണ്. ദൈവമാണ് എല്ലാം ക്രമീകരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർക്ക് അതോടുകൂടെ മറ്റെല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും. ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ തരുന്ന ദൈവം ജീവിക്കുന്നുവെന്നത് നമ്മുടെ അടിസ്ഥാന വിശ്വാസമായിരിക്കണം. ദൈവം ലോകത്തെ ഭരിക്കുന്നെന്ന് സമ്മതിച്ചാൽ അടിസ്ഥാന വിശ്വാസം ശരിയായി കഴിഞ്ഞു. അപ്പോൾ ദൈവത്തെയും ദൈവരാജ്യത്തെയും അന്വേഷിക്കുക, അതാണ് ഏറെ പ്രസക്തമായിരിക്കുന്നത്. മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവഹിതത്തിനു വേണ്ടി നിലനിൽക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ അവിടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെടുവാനായി നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ഒരു പുതുജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ അതിനായി നമുക്കൊരു ഹൃദയ തീരുമാനമെടുക്കാം. അതിൽ നിന്നും അണുവിട പിന്തിരിയില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.